ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഡിഫൻസ് അക്കാഡമി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSCയുടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അഥവാ MTSൽ പുതിയ വേക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എത്രയായിരിക്കും, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നേരെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി വേക്കൻസി ടൈപ്പ് ആണ്, അതായത് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജെൻഡർ, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് MTSലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് മിനിമം യോഗ്യതയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആവശ്യമായി വരുന്നില്ല. എക്സാമിനേഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ബേസിക് എക്സാമിനേഷൻ ആയിരിക്കും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റോ ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയുമാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട ഇവന്റുകളും ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുമാണ്. ആദ്യമായി നമ്മുടെ റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോ ആണ്. ഇവിടെ നമ്മുടെ MTSന്റെ റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. എക്സാമിനേഷന്റെ പേര് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കുള്ള എക്സാമിനേഷൻ ആണ്. ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 362 വേക്കൻസിയാണ്. ഓൾ ഇന്ത്യ ടൈപ്പ് ആണ്. കാറ്റഗറി വരുന്നത് ഗവൺമെന്റ് ജോബുകളാണ്. ലൊക്കേഷൻ ഓൾ ഇന്ത്യ ആണ്. നിങ്ങൾക്ക് എക്സാമിനേഷന് സിറ്റി വരുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റിയിൽ തന്നെ എക്സാം എഴുതാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കായി ആൻഡ്രോ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായി ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കായിട്ട് ലഭിക്കുന്ന ഫെസിലിറ്റീസ് നമുക്കൊന്ന് നോക്കാം. ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് ആൻഡ്രോ ഡിഫൻസ് അക്കാഡമിയുടെ ആപ്പിൽ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ആഴ്ചയിൽ 6 ദിവസവും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് DPP അഥവാ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് റിവിഷൻ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിനുള്ള പ്രത്യേകം സീരീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലെ വേക്കൻസി എന്ന് പറയുന്നത് 362 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ജസ്റ്റ് 10th പാസ് മാത്രമാണ്. ഏജ് ലിമിറ്റ്, ഇനി പ്രായപരിധിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. അപ്പോൾ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് MTSലേക്ക് വന്നിരിക്കുന്നത്. സോ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാനലാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത്. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആയിരിക്കും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നാണ്. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ ആയിരിക്കും ഈ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി സ്റ്റേജ് 1 എന്ന് പറയുന്നത് ടയർ 1 എക്സാമിനേഷൻ ആണ്. അതായത് പ്രിലിംസ് ലെവൽ എക്സാം ആയിരിക്കും സ്റ്റേജ് 1 വരുന്നത്. സ്റ്റേജ് 2 ടയർ 2 എക്സാം അതായത് മെയിൻസ് എക്സാം ആയിരിക്കും ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. സ്റ്റേജ് 3 നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും നടക്കുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾക്ക് സ്റ്റേജ് 4 മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള കോളബ് ലെറ്റർ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് നോക്കാം. എന്നാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക, അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 22, 2025 മുതലാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓൺലൈൻ വഴിയായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ 14, 2025 ആണ്. അപ്പോൾ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ അത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഡ്രീം ജോബ് സ്വന്തമാക്കൂ. സോ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ എന്ന് പറയുന്നത്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനും നോട്ടിഫിക്കേഷൻ്റെ PDF തുടങ്ങി ഡിഫൻസ് റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ
സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും അതുമല്ലെങ്കിൽ അഡ്മിഷൻ ബന്ധപ്പെട്ട എൻക്വയറീസിനുമായിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്ന 2 നമ്പേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ ഓഫീസ് നമ്പേഴ്സ് ആണ്. ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ സെഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.